ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. പീതാംബരം കരവിരാജിതശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണീയം ദശകം 95 ധ്യാനയോഗം. ആദൗ ഹൈരണ്യഗർഭീം തനുമവികല ജീവാത്മികാമാസ്തിതസ്ത്വം ജീവത്വം പ്രാപ്യമായ ഗുണഗണഖചിതോ വർത്തസേ വിശ്വയോനേ. തത്രോദിത്തേന സത്വേന തു ഗുണയുഗളം ഭക്തിഭാവം യതേന ചിത്വാ സത്വം ച ഹിത്വാ പുനരനുബഹിതോ വർത്തിതാ ഹേത്വമേവ. ലോകോൽപത്തിക്ക് കാരണഭൂതനായ ഭഗവാനെ, അങ്ങ് ലോകാരംഭകാലത്ത് എല്ലാ ജീവരാശികളുടെയും അഖണ്ഡരൂപമായ ഹിരണ്യഗർഭൻ്റെ ശരീരത്തിലിരുന്നിട്ട് ജീവൻ്റെ അവസ്ഥയെ പ്രാപിച്ചിട്ട് മായയുടെ ഗുണങ്ങളായ സത്വരജസ് തമസുകളോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നു. ആ 3 ഗുണങ്ങളിൽ ഏറ്റവും വർദ്ധിച്ച ഭക്തിയുടെ അവസ്ഥയെ പ്രാപിച്ച് സത്വഗുണം കൊണ്ടുതന്നെ മറ്റു 2 ഗുണങ്ങളെ നശിപ്പിച്ച് സത്വഗുണത്തെയും നശിപ്പിച്ച് എല്ലാറ്റിനുമൊടുവിൽ കാര്യകാരണ ബന്ധം കൂടാതെ പരിപൂർണതയിലേക്ക് തന്നെ മടങ്ങിയെത്തി അങ്ങുമായി ഞാൻ സാത്മ്യം പ്രാപിക്കണേ. സത്വോന്മേഷാൽ കഥാചിൽ ഖലു വിഷയരസേ ദോഷബോധേ വിഭൂമൻ ഭൂയോപ്യേഷു പ്രവർത്തി സതമസി രജസി പ്രോദ്ധൃതേ ദുർനിവാര. ചിത്തം താവൽ ഗുണാശ്ച ഗ്രഥിതമിഹമിതസ്ഥാനി സർവാണി രോധും തുര്യേ ത്വയ്യേകഭക്തി ശരണമിതി ഭവാൻ ഹംസരൂപീ ന്യഗാദീൽ. അല്ലയോ ഭഗവാനെ, സത്വഗുണത്തിൻ്റെ സ്വാധീനം മൂലം ചില അവസരങ്ങളിൽ വിഷയാനുഭവത്തിനിടയ്ക്ക് ദോഷചിന്തയുണ്ടാകുന്നുവെങ്കിലും തമസും രജസും വർദ്ധിക്കുമ്പോൾ വീണ്ടും ഈ വിഷയാനുഭവത്തിലുള്ള അഭിനിവേശം തടുക്കപ്പെടാതെ ഇരിക്കുന്നു. മനസ്സ് ഈ 3 ഗുണഗണങ്ങളുമായി ബന്ധിതമാക്കപ്പെട്ടിരിക്കുകയാണ്. അവയെ പ്രതിരോധിക്കുന്നതിനായി 3 രൂപങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന അങ്ങയിൽ അടിയുറച്ചതും ഏകാന്തവുമായ ഭക്തി മാത്രമാണ് മറ്റുള്ളവർക്ക് ആശ്രയം എന്ന് ഹംസസ്വരൂപനായ അങ്ങ് പറഞ്ഞു. സന്ധിശ്രേയാംസി ഭൂയാംസ്യപി രുചിഭിദയാ കർമ്മിണാം നിർമ്മിതാനി ക്ഷുദ്രാനന്ദാശ്ച സാന്താ ബഹുവിധഗതയ കൃഷ്ണതേഭ്യോ ഭവേയു. ത്വം ചാച്ഛ്യാദസഖ്യേനനുമഹിതതമാം ശ്രേയസാം ഭക്തിമേകാം ത്വൽഭക്ത്യാനന്ദതുല്യ ഖലു വിഷയജുഷാം സമ്മതക്കേന വാസ്യാൽ. കർമ്മതൽപരന്മാരായ ജനങ്ങളുടെ രുചിഭേദം നിമിത്തം ഉദ്ഗതിക്കുള്ള മാർഗങ്ങൾ വളരെ വളരെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഹേ കൃഷ്ണ, അവയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ ഒരിക്കൽ തീരുന്നവയും ചെറിയ ആനന്ദത്തോടു കൂടിയവയുമായ പലവിധ മോക്ഷങ്ങൾ ലഭിക്കും. അങ്ങ് സ്വന്തം സഖാവായ ഉദ്ധവന് വേണ്ടി ഭക്തിയാണ് ഏറ്റവും പ്രധാനമായ മോക്ഷമാർഗമെന്ന് ഉപദേശിച്ചല്ലോ. പക്ഷേ വിഷയസുഖനിരതരായവർക്ക് അങ്ങയുടെ ഭക്തി മൂലമുണ്ടാകുന്ന ആനന്ദത്തിന് തുല്യമായ മറ്റൊരു സന്തോഷം ഒന്നുകൊണ്ടും സിദ്ധിക്കുകയില്ല. ത്വദ്ഭക്ത്യാ തുഷ്ടബുദ്ധേ സുഖമിഹ ചരതോ വിച്യുതാശസ്യ ചാശ
സർവാശു സൗഖ്യമയ്യ സലിലഗുഹരഗസ്യേവ തോയൈകമയ്യ സോയം ഖല്ലിന്ദ്രലോകം കമലജഭവനം യോഗസിദ്ധിശ്ച ഹൃദ്യ നാകാംക്ഷത്യേതദാസ്താം സ്വയമനുപതിതേ മോക്ഷസൗഖ്യേപ്യനീഹ. ആനന്ദമനുഭവിക്കുന്നവനും ആശകൾ അസ്തമിച്ചവനും ഈ ലോകത്തിൽ സ്വൈര്യമായി സഞ്ചരിക്കുന്നവനുമായ മനുഷ്യന് അങ്ങയിലുള്ള ഉറച്ച ഭക്തി മൂലം ജലം നിറഞ്ഞ കയത്തിൽ മുങ്ങിക്കിടക്കുന്നവന് നാലുപാടുമുള്ള ലോകം മുഴുവൻ ജലാവൃതമായിരിക്കുന്നതുപോലെ സർവ്വലോകങ്ങളിലും അനൂനമായ സുഖം സിദ്ധിക്കും. അങ്ങനെയുള്ള ഭക്തൻ സ്വർഗത്തെയും സത്യലോകത്തെയും ഹൃദ്യങ്ങളായ മറ്റു യോഗസിദ്ധികളെയും ആശിക്കുകയില്ല. അതുപോകട്ടെ, അങ്ങനെയുള്ളവൻ സ്വയം സമാഗതമാകുന്ന മോക്ഷസുഖത്തിൽ പോലും ആഗ്രഹമില്ലാത്തവനാണ്. ത്വൽഭക്തോ ബാധ്യമാനോപി ച വിഷയരസൈരിന്ദ്രിയാശാന്തിഹേതോർഭക്തൈവ ക്രമ്യമാണൈഃ പുനരപി ഖലു തൈർദുർബലൈർനാഭിജയ്യ സപ്താർജീർദീപിതാർച്ചീർദഹതി കില യഥാ ഭൂരിധാരുപ്രപഞ്ചം ത്വൽഭക്ത്യോഘേ തദൈവ പ്രദഹതി ദുരിതം ദുർമദക്യേന്ദ്രിയാണാം. അങ്ങയുടെ പതിതനായ ഭക്തൻ അടക്കമില്ലാത്ത ഇന്ദ്രിയങ്ങളുടെ പ്രേരണയാൽ വിഷയസുഖാസ്വാദനത്തിൽ വീണുപോയാലും ശരി, വീണ്ടും ഭക്തിയുടെ ആക്രമണമേൽക്കുന്ന ദുർബലങ്ങളായ ആ സുഖപ്രചോദനങ്ങൾക്ക് അവനെ പരാജയപ്പെടുത്താൻ സാധ്യമല്ല. കാന്തിമത്തായ അഗ്നി മരക്കൂട്ടങ്ങളെ ചുട്ടരിക്കുന്നതുപോലെ അങ്ങയുടെ ഭക്തി ആ പാപത്തെയും അതിശയകരമായി ദഹിപ്പിക്കുന്നു. അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ ദുർമദം അവശേഷിക്കുകയില്ല. ചിത്താർദ്രീഭാവമുച്ചൈർവപുഷിജപുളകം ഹർഷബാഷ്പം ച ഹിത്വാ ചിത്തം ശുദ്ധേൽകഥം വാ കിമു ബഹുതപസാ വിദ്യയാ വീതഭക്തേ ത്വദ്ഗാദസ്വാദസിദ്ധാഞ്ജന സതതമരീമൃച്യമാനോയമാത്മാ ചക്ഷുർവത്തത്വസൂക്ഷ്മം ഭജതി നതൗ തഥാപ്യസ്തയാ തർക്കകോട്യാ. മനസ്സിൻ്റെ അളവറ്റ ആർദ്രതയും ശരീരത്തിലെ പുളകവും ആനന്ദബാഷ്പവുമില്ലാതെ മനസ്സ് നിർമ്മലമാകുകയില്ല. ഭക്തിയില്ലാത്തവന് നീണ്ടകാലത്തെ തപസ്സും വിദ്യയും മൂലം എന്തു ഫലം സിദ്ധിക്കുന്നു? അങ്ങയെക്കുറിച്ചുള്ള മധുരഗാനാസ്വാദനമാകുന്ന സിദ്ധാഞ്ജനത്താൽ നിരന്തരം പവിത്രീകരിക്കപ്പെട്ടിട്ടുള്ള എൻ്റെ ആത്മാവ് കണ്ണുകൊണ്ടെന്ന പോലെ അങ്ങയെ ഭജിക്കുകയും അതുപോലെ തന്നെ സൂക്ഷ്മ വസ്തുവായ ബ്രഹ്മതത്വത്തെ ഗ്രഹിക്കുകയും ചെയ്യുന്നു. യുക്തികൾ കൊണ്ടോ തർക്കങ്ങൾ കൊണ്ടോ ബ്രഹ്മതത്വജ്ഞാനം കൈവരുന്നതല്ല. ധ്യാനം തേ ശീലയേയം സമതനുസുഖബന്ധാസനോ നാസികാഗ്രന്ഥസ്താക്ഷാപൂരകാതൈർജിതപവനപദശ്ചിത്തപത്മം ത്വാജ്യം ഊർധ്വാഗ്രം ഭാവയിത്വാ രവിവിദുശിഖിനാ സംവിജിന്യോപരിഷ്ടാൽ തത്രസ്ഥം ഭാവയേ ത്വാം സജലജലധരശ്യാമളം കോമളാംഗം. ഞാൻ അങ്ങയെ ധ്യാനിക്കാൻ പരിശീലിക്കാം. ശരീരം നിവർത്തിവെച്ച് ഉറച്ച ആസനത്തിലിരുന്ന് നാസികാഗ്രത്തേക്ക് സൃഷ്ടികളർപ്പിച്ച് പൂരകാദികളാൽ ജീവവായുപദത്തെ ജയിച്ച് താഴേക്ക് മുഖമായ ചിത്തപത്മത്തെ അഗ്രം മുകളിലാണെന്ന് സങ്കൽപ്പിച്ച് സൂര്യൻ, ചന്ദ്രൻ, അഗ്നി എന്നിവയെ യഥാക്രമം ചിന്തിച്ച് അതിൽ സ്ഥിതി ചെയ്യുന്നവനും നീർനിറഞ്ഞ മേഘത്തെപ്പോലെ ശ്യാമളാംഗനും കോമളസ്വരൂപനുമായ അങ്ങയെ ഞാൻ ഭാവനയിൽ ദർശിക്കുന്നു. ആനീലശ്ലക്ഷ്ണകേശം ജ്വലിതമകരസൽക്കുണ്ടലം മന്ദഹാസസ്യന്താർദ്രം കൗസ്തുഭശ്രീപരിഗതവനമാലോരുഹാരാഭിരാമം ശ്രീവത്സാംഗം സുബാഹും മൃദുലസതുതരം കാഞ്ചനഛായചേലം ചാരുസ്നിഗ്ധോരുമമ്പോരുഹലളിതപദം ഭാവയേഹം ഭവന്തം. മിനുത്ത നീലനിറത്തിലുള്ള
കേശത്തോടു കൂടിയവനും ജ്വലിക്കുന്ന മകരകുണ്ടലങ്ങൾ അണിഞ്ഞവനും മന്ദഹാസാർദ്രനും കൗസ്തുഭ രത്നപ്രഭയോടൊത്തിണങ്ങിയ വനമാല, രത്നഹാരം എന്നിവയാൽ ചാരുമൂർത്തിയും ശ്രീവത്സമെന്ന മറുവുള്ളവനും മനോഹരങ്ങളായ കരങ്ങളോടു കൂടിയവനും മൃദുവായ ഉദരത്തോടു കൂടിയവനും പീതാംബരധാരിയും സുന്ദരങ്ങളായ ഉരുക്കളുള്ളവനും താമരമലർ പോലെ ലളിതമനോഹരമായ പാദങ്ങളുള്ളവനുമായ അങ്ങയെ ഞാൻ ഭാവനയിൽ ദർശിക്കുന്നു. സർവാംഗേഷ്വോങ്കരങ്കൽ കുതുകമിതി മുഹുർധാരയന്നീശചിത്തം തത്രാപ്യേകത്രയുഞ്ജേ വദനസരസിജേ സുന്ദരേ മന്ദഹാസേ തത്രാലീനം തു ചേത പരമസുഖചിതദ്വൈതരൂപേ വിദന്യന്നന്യന്നോ ചിന്തയേയം മുഹുരിതി സമുഭാരൂഢയോഗോ ഭവേയം. ഹേ ഈശ്വര, ഓരോ അവയവത്തിലും ഇണക്കിച്ചേർത്തിരിക്കുന്ന മനസ്സിനെ വീണ്ടും എല്ലാ അവയവങ്ങളിലും സ്ഥിരപ്പെടുത്തി നിർത്താനായി അങ്ങിനെ എല്ലായിടത്തും മന്ദഹാസം ചൊരിയുന്നതും സുന്ദരവുമായ മുഖപത്മത്തിൽ ചേർത്തു വച്ചിരിക്കുന്ന സച്ചിദാനന്ദമൂർത്തമായ അതിൽ അർപ്പിച്ചിരിക്കുന്ന മനസ്സ് അതിൽ തന്നെ ലയിച്ചു ചേർന്നിരിക്കുന്നതുപോലെ അതിൽ തന്നെ ലയിച്ചു ചേർന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കുന്നില്ല. യോഗനിഷ്ഠനായി വീണ്ടും വീണ്ടും ഞാൻ ഈ അവസ്ഥ പ്രാപിക്കാം. ഇത്തം തുധ്യാനയോഗേ സതി പുരരണിമാ ദൃഷ്ടസംസിദ്ധയസ്ഥാ ദൂരശ്രുത്യാദയോഭി ഹ്യഹമഹമികയാ സമ്പദേയൂർമുരാരേ ത്വൽസംപ്രാപ്തൗ വിളംബാവഹമഖിലമിദം നാദ്രിയേ കാമയേഹം ത്വമേവാനന്ദപൂർണം പവനപുരപതേ പാഹി മാം സർവതാപാത്. വിഷ്ണു ഭഗവാനെ, ഇപ്രകാരം അങ്ങയെ ധ്യാനിക്കുന്ന അഷ്ടാംഗയോഗം സ്വാധീനമായാൽ പിന്നീട് ആ പ്രസിദ്ധങ്ങളായ അണിമ തുടങ്ങിയ 8 യോഗസിദ്ധികളും ദൂരശ്രവണം മുതലായവയും ഞാൻ മുമ്പേ എന്ന നിലയിൽ വന്നു ചേർന്നേക്കാം. അങ്ങയെ പ്രാപിക്കുന്നതിന് താമസമുണ്ടാക്കി തീർക്കുന്ന ഇതേതും ഞാൻ വകവയ്ക്കുന്നില്ല. ആനന്ദം നിറഞ്ഞ അങ്ങയെ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഗുരുവായൂരപ്പ, എൻ്റെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കണേ. ശ്രീ ഗുരുവായൂരപ്പ രക്ഷിക്കണേ. ശ്രീഹരയേ നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായേ നമഃ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.